ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്ന് ഞാൻ വന്നിട്ടുണ്ടത് നമുക്കൊരു ലെഹം റൈസ് ഉണ്ടാക്കാം. മന്തി എന്നൊക്കെ പറയാം. നമുക്ക് മന്തി റൈസ് ഉണ്ടാക്കണം എങ്ങനെയെന്നൊന്ന് നോക്കാം. മട്ടൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതുപോലെ ഇറച്ചി കഴുകി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കാം. ഇതിന്റെ വേസ്റ്റ് എല്ലാം കോരിയതിന് ശേഷം നമുക്ക് ഇതിൽ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. അപ്പൊ ഈ കുക്കറിലോട്ട് നമുക്ക് ഈ മട്ടൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ബിസ്മില്ല ഇട്ട് കൊടുത്ത് നമുക്ക് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ഇതിന്റെ വേസ്റ്റ് എല്ലാം നമുക്ക് കോരി കളഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് മന്തി ഉണ്ടാകും. നിങ്ങൾ റെഡിയാണല്ലോ? നമുക്ക് പോകാം. ഞാൻ ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് തീ ഒന്ന് ഓണാക്കി കൊടുക്കാം. ബിസ്മില്ല. തീ ഒന്ന് ഓണാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്കർ ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കും. ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് മൂടി കൊടുത്താൽ മതി കേട്ടാ. നമ്മളെ കുക്കർ മട്ടൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് കുക്കർ ഒന്ന് ഓഫ് ആക്കിക്കൊണ്ട് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. കണ്ടല്ലോ, കുക്കർ ഞാൻ ഇതുപോലെ ഈ പൈപ്പിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വെള്ളം ഞാൻ തുറന്നു വിടുന്നുണ്ട. വെള്ളം തുറന്നു വിടുമ്പോൾ നമ്മളെ കുക്കർ പെട്ടെന്ന് നമുക്ക് തണുത്ത് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കുക്കർ പെട്ടെന്ന് തുറന്നു കിട്ടൂല. കണ്ടല്ലോ നിങ്ങള്, ഇങ്ങനെയാണ് ഞാൻ കുക്കർ തുറക്കുന്നത്. മനസ്സിലായ? കണ്ട, കുക്കർ ഞാൻ തുറന്ന് കണ്ടല്ലോ, ഇറച്ചി ഇതായിരിക്കും. നമുക്ക് ഇതൊന്ന് ഒരു കഷ്ണം എടുത്ത് നോക്കാം. അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടങ്ങള്, നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്ക് ഇനി ഇതൊരു അരിപ്പയിലോട്ട് മാറ്റി കൊടുക്കാം. ഈ വെള്ളം വെച്ചാണ് നമ്മൾ ചോറുണ്ടാക്കേണ്ടത്. കണ്ടോ മക്കളെ, മട്ടൺ ഞാൻ കുക്കറിൽ നിന്ന് ഒരു അരിപ്പയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് മക്കളെ. ഇനി നമുക്ക് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ചോറുണ്ടാക്കാനായിട്ട് പോവാം. ഇതിന്റെ വെള്ളം എടുത്താണ് നമ്മൾ ചോറുണ്ടാക്കാൻ പോകുന്നത്. ചോറുണ്ടാക്കാനായിട്ട് പോവേണ്. 2 കപ്പ് ബസ്മതി അരി 2 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ മട്ടന്റെ വെള്ളമാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചെമ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ചെമ്പിലോട്ട് നമുക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ മതി. മട്ടന്റെ കൊഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചട്ടി ഒന്ന് ഓണാക്കി കൊടുക്കാം. ചോറ് വെക്കാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു സവാള, ഒരു 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഒരു 5-8 ഏലക്ക, കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തത്. ഇത് നല്ലതുപോലെ ഉള്ളി കളറൊന്നും ആവണ്ട, ഒരുവിധം ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഇനി അതിലോട്ട് നമുക്ക് മട്ടന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മട്ടന്റെ വെള്ളത്തിൽ ഉപ്പ് എല്ലാം ഉള്ളതാണ്. അപ്പൊ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ മട്ടന്റെ വെള്ളം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ മട്ടൻ ഉണ്ടാക്കിയ വെള്ളം ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടിയുള്ള ചോറ് വയ്ക്കാനായിട്ട്. വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഉപ്പെല്ലാം നമ്മൾ മട്ടനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉപ്പൊക്കെ നോക്കിയിട്ടേ നിങ്ങൾ ഇട്ട് കൊടുക്കാവൂ. മട്ടന്റെ വെള്ളം തിളച്ച് നമുക്ക് അതിലോട്ട് 2 കപ്പ് ബസ്മതി അരിയാണ്. നമുക്ക് അതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു കപ്പിന് നിങ്ങൾ 1.5 കപ്പ് വെള്ളം, 1 കപ്പിന് 1.5 കപ്പ് വെള്ളം വെച്ച് നിങ്ങൾ ഒഴിക്കണം കേട്ടാ. അത് അരി കൂടുതൽ കുതിർന്ന അരിയാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം മതി. ഇല്ലെങ്കിൽ നിങ്ങൾ 2 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടാ. എനിക്കിതാ ഇവിടെ മട്ടന്റെ വെള്ളം നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വെള്ളത്തിന്റെ ആവശ്യമുള്ള എനിക്ക് മട്ടന്റെ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. കണ്ട, ഇത് മട്ടന്റെ വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. എനിക്ക് അത്ര മട്ടന്റെ വെള്ളം എനിക്ക് കറക്റ്റ് കിട്ടി. ഒരു തുള്ളി വെള്ളം പോലും അധികവും ഇല്ല. റൈസിന് കറക്റ്റാക്കി എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ട, നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കുള്ള റൈസ് ഒന്ന് തുറന്നു നോക്കാം. നമുക്ക് ഇവിടെ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടാ. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇളക്കിയിട്ട് കൊടുത്തതിന് ഒരു ചെറിയ ഒരു കുങ്കുമപ്പൂവ, മഞ്ഞ, ഫുഷ് കളർ, ഏതെങ്കിലും ഒരു ചെറിയ കുഞ്ഞൊരു കളർ കൊടുത്തേക്കാം കേട്ടാ. ഞാൻ ഓവർ കളറൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ കുങ്കുമപ്പൂ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ നേരത്തെ ഇവിടെ ഇട്ട് വെച്ചിരുന്നതാണ്. അതിൽ നിന്ന് കുറച്ച് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഒരു കളർ കേട്ടാ, കൂടുതൽ കളറൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ, ചെറിയ ഒരു ലൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് അലൂമിനിയം ഫോയിൽ വെച്ച് സ്റ്റീമിലോട്ട് ഇടാം. ഇനി ഞാൻ ഇത് വെച്ച് അലൂമിനിയം ഫോയിൽ വെച്ച് മൂടിയിട്ട് ഒരു 10-15 മിനിറ്റോളം നമുക്ക് സ്റ്റീമിലിട്ട് കൊടുക്കാം. ചെറിയ തീയിലോട്ട് സ്റ്റീമിലിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ തീയിലോട്ട് സ്റ്റീമിലിട്ട് കൊടുക്കാം. ചെറിയ തീയിട്ട് മൂടിയിട്ട് 10-12 മിനിറ്റോളം അവിടെ കിടക്കട്ട്. നമ്മൾ ചോറ് വെച്ച് തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മളെ മട്ടൻ എടുത്തിട്ട് നോക്കിക്കേ. നമ്മളെ മട്ടൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ ഒരു ട്രേയിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ട്. മട്ടൻ എടുത്ത് ഇതുപോലെ ഒരു ട്രേയിലോട്ട് വെക്കുക. എല്ലാ മട്ടനും എടുത്ത് ഇതുപോലെ അങ്ങോട്ട് വെക്കുക. കണ്ടല്ലോ. ഇങ്ങനെ അങ്ങോട്ട് മട്ടൻ വെച്ച് കൊടുക്കുക. മട്ടൻ വെച്ചതിന് ശേഷം ഞാൻ മട്ടൻ എല്ലാം പറക്കി വെച്ചു. കണ്ടല്ലോ, മട്ടൻ ഞാൻ പറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം കുങ്കുമപ്പൂവും ഇട്ട വാട്ടർ ഇതിലോട്ട് പുരട്ടി കൊടുക്കാം. മഞ്ഞ കളറായാലും കുഴപ്പമില്ല. നിങ്ങളതിൽ പുഷ് കളർ കുങ്കുമപ്പൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇത് കുങ്കുമപ്പൂ ഇട്ട വെള്ളമാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ചെറിയ ഒരു ലൈറ്റ് കളർ, ഓവർ കളർ വേണ്ട കേട്ടാ. ഓവർ കളർ വേണ്ട, ഒരു ലൈറ്റ് കളർ നമ്മള് മട്ടനിലോട്ട് പുരട്ടി കൊടുക്കാം. നോക്കിക്കേ, ഒരു ലൈറ്റ് കളർ മതി, ഓവർ കളറൊന്നും പുരട്ടരുത്. അപ്പൊ ഇങ്ങനെ നല്ലൊരു കളർ കിട്ടുമ്പോ നമുക്ക് നല്ല കാണാനൊക്കെ ഒരു മൊഞ്ചൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഈ ഉണ്ടാക്കുന്നത്. ഇത് പാർട്ടിക്കൊക്കെ വെക്കാനൊക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പൊ ഞാൻ ഇതുപോലെ കളറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ട, ആ പാത്രത്തിൽ തന്നെ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് ആ പാത്രത്തിൽ, ആ കുങ്കുമപ്പൂവിന്റെ പാത്രത്തിൽ തന്നെ ഒരല്പം എണ്ണ ഇതിലോട്ട് ഒഴിക്കണം. ഒഴിച്ചിട്ട് ഈ ഇറച്ചിയുടെ മുകളിലോട്ട് ഒരു മിനുസം കിട്ടാനും ഒരു കളർ കിട്ടാൻ വേണ്ടിയൊക്കെ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഓവനിലോട്ട് വെച്ച് ചെറിയ ഒരു ലൈറ്റ് കളറാക്കി എടുക്കണം കേട്ടോ. നമുക്കിത് ഓവനിൽ വെക്കാനായിട്ട് പോവാം. ഓവൻ എപ്പോഴും നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ ഓവൻ ഫ്രീ ഹീറ്റാക്കി ഇടണം. ഞാൻ ഓവൻ ചൂടാക്കി ഇട്ടേക്കാണ്. അപ്പൊ അതിലോട്ട് വെക്കാനായിട്ട് പോവാം. കണ്ടല്ലോ, മട്ടൻ ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. 200 ഡിഗ്രി ചൂടും ഒരു 5 മിനിറ്റുമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഓവർ കളറൊന്നും വേണ്ട. അതിനുശേഷം പുറത്തെടുക്കാം. നമുക്കുള്ള മട്ടനും റെഡിയായി, ചോറും റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ചോറ് ഞാൻ തുറക്കാൻ പോവുകയാണ്. സ്റ്റീമിലിട്ടിട്ട് നമ്മൾ എടുത്തതാണ്. കണ്ടല്ലോ, നോക്കിക്കേ. ഇനി നമ്മളെ മട്ടൻ കാണിച്ചു തരാം. അതങ്ങോട്ട് മാറ്റി വെക്കാം. ചൂട് 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 ചൂട്. മട്ടൻ നമ്മൾ ഓവനിൽ വെച്ച് കളറാക്കിയ രണ്ടും നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് മട്ടൻ നമുക്ക് പറക്കി ചോറ്റിന്റെ മുകളിലോട്ടൊന്ന് വെച്ചു കൊടുക്കാം. കണ്ട, നമുക്ക് മട്ടൻ പറക്കി ഈ ചോറ്റിന്റെ മുകളിലോട്ട് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് വെച്ചു കൊടുക്കാം കേട്ടാ. മട്ടൻ പറക്കി നമുക്ക് ചോറ്റിന്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം. ചെറിയ കളറേ ആക്കാവൂ കേട്ടോ, ഓവർ കളർ ആക്കരുത്. മട്ടൻ ചെറിയ കളർ, ലൈറ്റ് കളർ ആക്കി എടുക്കണം. കണ്ട, വാവ്, അടിപൊളിയാ അടിപൊളിയാ. കണ്ടോ, നോക്കി മക്കളെ എങ്ങനെ ഉണ്ടെന്ന്. എന്താ ഭംഗി. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കണ്ടല്ലോ മക്കളെ, നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കാണെ എങ്ങനെ ഉണ്ടെന്ന്. കണ്ട മക്കളെ, ഞാൻ ഇതിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ മട്ടൻ മന്തി. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.